കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ക്യാമ്പസിൽ ടെക് ഫെസ്റ്റിനിടെയാണ് വൻ ദുരന്തമുണ്ടായത്. നഷ്ടപ്പെട്ട രാജ്ഞിക്ക് വേണ്ടി കഥാകാരൻ എഴുതുന്നു. അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൾക്ക് ഇതിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എൻ്റെ എല്ലാ കഥകളിലും അവൾ രാജ്ഞിയായിട്ട് ഉണ്ടാവുമായിരുന്നു. എന്നെ കൂടെ എഴുതാനും സപ്പോർട്ടായിട്ട് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ നിർത്തിക്കളഞ്ഞാൽ ചിലപ്പോൾ ഇനി അവൾക്കൊരു വിഷമമായിരുന്നു. അവളുടെ അമ്മയും പറയുമായിരുന്നു അത് തന്നെ. കാരണം അവൾ അത്ര ഇഷ്ടപ്പെട്ട് എൻ്റെ ഒപ്പം ഉണ്ടാവുമായിരുന്നു അവൾ കഥ എഴുതാനും എല്ലാത്തിനും. മാഷിനെ ചുറ്റി വലിയ സ്നേഹവലയം. പെൺകുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ടീം മാത്രമേ ആൺകുട്ടികളുള്ളൂ. കുട്ടികളെല്ലാവരും നമ്മളെ ആരെയും വഴക്ക് പറഞ്ഞ് പഠിപ്പിക്കാറില്ല. സ്നേഹത്തോടെ തന്നെ പഠിപ്പിക്കണം. മക്കളെ പോലെ തന്നെയാണ് നമ്മൾ കാണുന്നവരെ. ചവിട്ടു നാടകത്തിനെത്തിയ 70 ശിഷ്യർക്ക് ഈ ആശാനാണ് തുണ. അപ്പച്ചൻ്റെ പുറത്തിരുന്നാണ് ആദ്യത്തെ രംഗം ഞാൻ കയറിയത്. വിശുദ്ധ ഗീവറീസിൽ 12ാമത്തെ വയസ്സിൽ അങ്ങനെ ഒരു ചെറിയ ഗീവറീസിൻ്റെ രംഗമുണ്ട്. ആ രംഗത്താണ് ഞാൻ ആദ്യമായിട്ട് വന്നത്. 2012 മലപ്പുറത്താണെന്ന് സ്റ്റേറ്റ് നടന്നത്. അന്ന് മുതൽ ഇന്നുവരെ ഉണ്ട്. എന്തായാലും നിർത്താൻ പറ്റില്ല. കാരണം ഇതങ്ങനെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു രക്തത്തിൽ നിന്നുണ്ടാവുന്നൊരു ഇതാണല്ലോ. മുറിവിൻ്റെ വിടവുകളിൽ ചിരിയുടെ വേരു പടരുന്നു. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്. രാഹുൽ ജിനാഥ് ഉണ്ട് നമുക്കൊപ്പം കൊല്ലത്തുനിന്നും. രാഹുൽ, ഈ കലയുടെയും അല്ലെങ്കിൽ സ്പോർട്സിൻ്റെയും ഒക്കെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഒരുപക്ഷെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങൾ ഉണ്ടായാൽ പോലും അതിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി അവർക്ക് ആ രംഗത്തേക്ക് ഇറങ്ങേണ്ടി വരും. നമുക്കറിയാം സച്ചിനൊക്കെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണശേഷവും പോലും ഇന്ത്യക്കായി പാടണിഞ്ഞതാണ്. ഇപ്പോൾ ഇദ്ദേഹവും മകൾക്ക് നിരാശ ഉണ്ടാകരുത്, അച്ഛൻ ഇത് നിർത്താൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു സന്തോഷമല്ല, പക്ഷെ ഒരു ആശ്വാസം കണ്ടെത്തുകയായിരിക്കും ഈ കുട്ടികളിലൂടെ അദ്ദേഹം, അല്ലേ? അതീഷേട്ടാ, അതെ, ഈ പറയുന്ന പോലെ പല മനുഷ്യർ അവരുടെ മേഖല അതിജീവനത്തിൻ്റെ മാർഗമായി മാറ്റിയത് നമ്മൾ ഈ പറഞ്ഞ ചരിത്രത്തിലുടനീളം കണ്ടിട്ടുണ്ട്. ഇന്നലെ ഇദ്ദേഹത്തെ പോയി കാണണം, ഇദ്ദേഹത്തിൻ്റെ കഥ അറിയണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ മനസ്സിൽ തീരുമാനിച്ചത് നമ്മുടെ സാന്നിധ്യം, നമ്മുടെ ഒരു ചോദ്യം അദ്ദേഹത്തെ അലവസരപ്പെടുത്തരുത്, അദ്ദേഹത്തെ എന്താ പറയുക, ഓർമ്മകളുടെ ആ വലിയ കയത്തിലേക്ക് ഇട്ട് വിഷമിപ്പിക്കരുതെന്നുള്ള വലിയ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. കാരണം 70 പേര്, അതായത് 7 ടീം, ചവിട്ടുനാടകത്തിന് 7 ടീമുമായിട്ട് 70 പേർക്ക് തുണയായിട്ട് ആ മനുഷ്യൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു വാക്കോ നമ്മുടെ ഒരു സാന്നിധ്യമോ ബുദ്ധിമുട്ടാകരുത് എന്നുള്ള രീതിയിലാണ് പോയപ്പോൾ ഉണ്ട് ആ മനുഷ്യൻ ഈ ചവിട്ടുനാടകത്തിൻ്റെ എന്താ പറയുക, ആ ഈണത്തിൽ, ആ താളത്തിൽ കുട്ടികളുമായി എന്താ പറയുക പോസിറ്റീവായി നിൽക്കുകയാണ് ആ വേദിയിൽ. ആ മനുഷ്യൻ ഓർമ്മകളുണ്ടാവും, അതങ്ങനെ മായുന്നതല്ല. എങ്കിലും ഈ പറഞ്ഞതുപോലെ ആ ചവിട്ടുനാടകത്തിൻ്റെ ആ പഠിപ്പിച്ച കുട്ടികളുമായി അതിൻ്റെ പാഠങ്ങൾ അവർ വേദിയിൽ കയറുന്നു, തിരിച്ചിറങ്ങുമ്പോൾ നന്നായി ചെയ്തോന്ന് ചോദിക്കുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ ഈ പറയുന്ന പോലെ ഫുൾ എൻഗേജ്ഡാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യനെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം പോസിറ്റീവായി തോന്നി, സന്തോഷം തോന്നി. ആ മനുഷ്യനോട് മാനസികമായി കുറേയധികം അടുപ്പം തോന്നി എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ പറയുന്ന പോലെ ചവിട്ടുനാടകം അദ്ദേഹത്തിന് വന്നു ചേർന്നതാണ്, പാരമ്പര്യമാണ്. അതിൻ്റെയൊക്കെ ഒരു വലിയ ബലം അദ്ദേഹത്തിനുണ്ട്. ദിവിഷേട്ടനെ സംബന്ധിച്ച് എനിക്കറിയാം, ഡെസ്കിൽ ഇങ്ങനെ ഒരു മൂളിപ്പാട്ടും പാടി നടക്കുന്ന മനുഷ്യനാണ്. ദിവിഷേട്ടൻ പറയുകയും ചെയ്യും, മൂളിപ്പാട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് പറയും. സത്യമാണ്, ഒരു കല അല്ലെങ്കിൽ ഒരു പാട്ട്, ഒരു ഈണം നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ അത് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മളെ സഹായിക്കുമെന്നൊരു ഉദാഹരണമാണ് ഈ പറഞ്ഞ റോയ് ആശാൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, അദ്ദേഹത്തിന് ഈ പറഞ്ഞ വലിയ കലാപാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജീവിക്കുന്നത്. മോൾക്ക് വേണ്ടി കഥ എഴുതുന്നു. ഈ പറഞ്ഞ നാടകത്തിൻ്റെ ആ അംശങ്ങൾ അദ്ദേഹത്തിന് നൽകിയ അച്ഛന് വേണ്ടി കഥ എഴുതുന്നു. കൊച്ചി ഗീവർഗീസായി ഒരുങ്ങിയ കാലം മുതൽ ഇന്ന് വരെയുള്ള കഥയിൽ അദ്ദേഹത്തിന് ശക്തനായി നിൽക്കുന്നത് ചവിട്ടുനാടകത്തിൻ്റെ ആ പാരമ്പര്യം. ഉള്ളിൽ ആ വേദന അതൊരിക്കലും മാറില്ലാത്തതാണെന്ന് നമുക്കറിയാം. അന്നത്തെ സ്റ്റോറികൾ ഇതിപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി എടുക്കുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ പോലും ഒരു വിങ്ങൽ വല്ലാതെ വരും. ആൻഡ്രൂഫ്റ്റയുടെ മുഖവും അന്ന് മരിച്ച മറ്റാ ചെറുപ്പക്കാരെയൊക്കെ കാണുമ്പോൾ. അപ്പോൾ അദ്ദേഹത്തിന് കലയിലൂടെയെങ്കിലും അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം.